ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സിമ്പിൾ ക്യാമറ പരിചയപ്പെടാം. ക്യാമറ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത, നിങ്ങൾ ഷോപ്പ്, നിങ്ങളുടെ വീട്, ക്ലബ്ബ് അല്ലെങ്കിൽ ഓഫീസ്, ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വയറിംഗ് ഒന്നും ചെയ്യാതെ മറ്റൊരാളുടെ സഹായമില്ലാതെ ഇത് സിമ്പിളായിട്ട് കൊണ്ടുപോയി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമുക്ക് നോക്കാം ഇതിൻ്റെ ഉൾവശം. ഇതാണ് ഈ ക്യാമറ വരുന്നത്. ഇതിലൊരു USB കേബിളാണുള്ളത്. ഇത് നമുക്ക് ചാർജിങ് അഡാപ്റ്ററിൽ, ഇതിൻ്റെ കൂടെ തന്നെ ഇത് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. ഈ ചാർജിങ് അഡാപ്റ്ററിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതിൽ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഇത് റെക്കോർഡാവും. ഓഡിയോ, വീഡിയോ റെക്കോർഡാവും. അതേപോലെ ഡാനൈറ്റ്, രാത്രിയും പകലും നിങ്ങൾക്ക് റെക്കോർഡാവും. നമ്മൾ സാധാരണ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഷോപ്പിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ക്യാമറ ചെയ്യുന്നത് വലിയ പ്രയാസമാണ്. കാരണം നമുക്കത് മുൻകൂട്ടി ചെയ്തില്ലെങ്കിൽ പിന്നീട് ചെയ്യാന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ക്യാമറ മതി. കാരണം ഇത് എവിടെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. ഇതിലൊരു മെമ്മറി കാർഡ് ഇടാം. 32 GB ആണ് ഇതിൻ്റെ മാക്സിമം. 4, 8, 16, 32 അതാണ് ഇതിൻ്റെ മാക്സിമം അളവ്. അപ്പോൾ ഇതിലാണ് മെമ്മറി കാർഡ് ഇടേണ്ടത്. മെമ്മറി കാർഡ് ഇട്ടതിന് ശേഷം നേരെ ഇത് പ്ലഗിൽ കണക്ട് ചെയ്താൽ ഇത് വർക്കാവും. അപ്പോൾ സിമ്പിളാണ്. ആരും ഒന്നും പഠിക്കേണ്ട, ഇതിന് നെറ്റ്വർക്കിൻ്റെ ആവശ്യമില്ല, വൈഫൈ വേണ്ട, സോഫ്റ്റ്വെയർ ഒന്നും ചെയ്യേണ്ട, സിമ്പിളാണ്. പിന്നെ അത് മൊബൈലിൽ കാണണമെങ്കിൽ നമുക്ക് ഈ മെമ്മറി എടുത്തിട്ട് മൊബൈലിലിട്ട് കാണാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലിട്ട് കാണാം. ഇത് കമ്പ്യൂട്ടറിന് സപ്പോർട്ടാവും. ഇത് ഈ അഡാപ്റ്റർ ഇല്ലാണ്ട് കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യും, കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യും. ആ സമയത്താണെങ്കിൽ നമുക്ക് മെമ്മറിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതല്ല ഇതിൻ്റെ മെയിനായിട്ടുള്ള യൂസിങ് അതല്ല. സിമ്പിളായിട്ട് ചെറിയൊരു മുതൽ മുടക്കിൽ നമ്മുടെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരം നമുക്ക് എന്തെങ്കിലും ഒരു ശല്യമോ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കളവ് പോകുന്നുണ്ടെന്നൊക്കെ തോന്നിയാൽ ഇത് നമുക്ക് അവിടെ ഫിറ്റ് ചെയ്താൽ ആളെ കിട്ടും. വിത്ത് ഓഡിയോ ആണ് കേട്ടോ. റിസീവർ അല്ലെങ്കിൽ DVR കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിൾ. സാധാരണ CCTV ഫിറ്റ് ചെയ്താൽ നമുക്കത് അവിടെ നിന്ന് ഇളക്കിയിട്ട് മറ്റൊരിടത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇതാകുമ്പം നിങ്ങൾക്ക് ഇപ്പം ഫ്രണ്ട് സൈഡിലാണ് ഇത് വെച്ചിട്ട് ആളെ കിട്ടിയില്ല, അല്ലെങ്കിൽ മോഷണ ശ്രമം അല്ലെങ്കിൽ മറ്റുള്ള നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലാണെങ്കിൽ നമ്മളിത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് കണ്ടില്ലാന്നെങ്കിൽ ഇത് അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കാർ ഷെഡിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണോ നമുക്കിത് വേണ്ടത് അവിടെ ഫിറ്റ് ചെയ്യാം. അപ്പം സാധാരണ ഇതിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ആളുകളും കൊണ്ടുപോകുന്നത് ഇപ്പോൾ കാട അല്ലെങ്കിൽ ഫാം വളർത്തുന്ന അല്ലെങ്കിൽ ഫാം ചെയ്യുന്നവർക്ക് ഫാമിൽ അത് കാണാനില്ല ഇത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യും. അപ്പം സാധാരണ മോഷ്ടാക്കൾ നമ്മൾ ക്യാമറ എവിടെ ഉണ്ടെന്ന് അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു ദിവസം ഫിറ്റ് ചെയ്ത് മറ്റൊരു ദിവസം മറ്റൊരിടത്ത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ക്യാമറ ചിലപ്പം അവർ കണ്ടു എന്ന് വരില്ല. അപ്പോൾ ക്യാമറ കാണുമ്പോൾ അവർ ആ മോഷണ ശ്രമം അതിൽ കാണാത്ത പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് കാണാതെയും വെക്കാം. അതേപോലെ കാറിൻ്റെ ഉള്ളിലൊക്കെ പവർ ബാങ്കിന് ഇത് കണക്ട് ചെയ്താൽ സിമ്പിളായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ കാറിൻ്റെ ഉള്ളിലൊക്കെ രാത്രി കാലങ്ങളിൽ നമ്മളെ വണ്ടീൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ, മുറ്റത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ട് രാത്രിയൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ബോക്സിൽ ഇതിൻ്റെ കാറ്റലോഗ് ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പഠിക്കാമെന്നൊക്കെ ഇതിപ്പോൾ ഒന്നും ആരും വായിച്ച് നോക്കണമെന്നില്ല. സിമ്പിളാണ്. കാരണം ഇത് നേരെ കറണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ഇത് ഫ്രീ ഉണ്ട്. അതുപോലെ ഏത് നമ്മൾ മൊബൈൽ ചാർജറിന് കൊടുത്താൽ ഇത് വർക്കാവും. സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ റൊട്ടേഷനൊക്കെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഒരു പൊസിഷനിൽ വേണമെങ്കിലും നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകൾ ഭാഗം ഇതാണ്, മെമ്മറി ഇടുന്ന ഭാഗമാണ് മുകൾ ഭാഗം. നമ്മളിത് നേരിട്ട് കറണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് ഓഫ് ചെയ്തിട്ടാണ് മെമ്മറി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. പക്ഷേ നമ്മൾ കറണ്ട് മെയിൻ ഓഫ് ആക്കാതെയാണെങ്കിൽ ഇതിലൊരു ബട്ടൺ ഉണ്ട്, അത് നെക്കിയിട്ട് വേണം മെമ്മറി ഔട്ട് ചെയ്യാൻ, മെമ്മറി എടുക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ പ്രോഡക്റ്റാണ്, നമുക്ക് കൊണ്ടു നടക്കാനും പറ്റും. ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇതിൽ ആണിയിൽ ഇതൊക്കെ എവിടെയെങ്കിലും കൊളുത്തി വെക്കാം, ഡബിൾ സൈഡ് സ്റ്റിക്കറിൽ വെക്കാം. അതുപോലെ ഇതിൻ്റെ കിറ്റിൽ ഇതൊക്കെ ഇതിൻ്റെ കൂടെ സ്ക്രൂ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററൊക്കെ ഉണ്ട്. കാരണം നമുക്ക് മെമ്മറി ഇട്ടിട്ട് കമ്പ്യൂട്ടറിലിട്ട് നോക്കാനുള്ള ഒരു അഡാപ്റ്ററൊക്കെ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അതുപോലെ കേബിളിൻ്റെ നീളം നിങ്ങൾക്ക് പോരാന്ന് വരികയാണെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് മെയിൽ ഫീമെയിൽ USB കേബിൾ മിക്ക മൊബൈൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എത്ര ദൂരം വേണമെങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റും. അതും ഒരു വലിയൊരു ഉപകാരമാണ്. ഇനി അതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസുകൾ ഇതൊക്കെ ഈ ബോക്സിൽ അതിൻ്റെ റെസൊല്യൂഷൻ കാര്യം, ഇതൊരു ഹൈ റെസൊല്യൂഷൻ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഒന്നും അല്ല, എങ്കിലും നമുക്കിത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കണമെന്നില്ല. ഇത് ഒരാളെ കയ്യിൽ കിട്ടിയ സിമ്പിളായിട്ട് ഇത് മെമ്മറി ഓൺ ചെയ്താൽ ഇത് റെക്കോർഡാവും. അതുപോലെ ഇതിൽ 4 GB മുതൽ 32 വരെ ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ഒരു ദിവസം 24 hours വർക്ക് ചെയ്യുമ്പോൾ ഇതിനെടുക്കുന്ന മെമ്മറി പവർ 4 GB ആണ്. അപ്പോൾ 16 GB ഇട്ടാൽ 4 ദിവസം, 32 ഇട്ടാൽ 8 ദിവസം എന്നുള്ള രീതിയിൽ കിട്ടും. അതുപോലെ ആദ്യം റെക്കോർഡ് ചെയ്തത് അത് നോർമൽ മറ്റുള്ള ക്യാമറ ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആദ്യത്തെ റെക്കോർഡിങ് പോകും. പിന്നെ ഇങ്ങനെ റൊട്ടേഷനായി വരും. നമ്മളായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ ആദ്യത്തെ കട്ടായിട്ട് ആദ്യത്തെ ഡിലീറ്റ് ആയിട്ട് രണ്ടാമത് പിന്നീട് അതിങ്ങനെ അത് റൊട്ടേറ്റ് ചെയ്ത് തന്നെ പോകും. അതുകൊണ്ട് അതൊന്നും നമുക്ക് ചെയ്യേണ്ട. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം ആ മെമ്മറി എടുത്തിട്ട് നമുക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോട്ട് കണ്ടാൽ മതി.
അപ്പം വളരെ സിമ്പിളാണ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇത് സിമ്പിളാണ്. ഒരാളുടെ കൈ കിട്ടി മെമ്മറി ഇട്ട് കഴിഞ്ഞാൽ ഇത് എവിടെ ഏതെങ്കിലും DC AC എവിടെ കൊടുത്താലും ഇത് വർക്കാവും. ഒരു പവർ ബാങ്ക് ഉണ്ടെങ്കിലും മതി. നിങ്ങൾക്ക് ഔട്ട് കുറച്ചുകൂടെ ദൂരെയാണ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പവർ ബാങ്കിൽ കണക്ട് ചെയ്താലും മതി. എങ്ങനെയായാലും ഇതിനൊരു കറണ്ട് കിട്ടിയാൽ മതി. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ഏതായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത വീഡിയോയിൽ ഇതിലും ചെറിയൊരു ക്യാമറ, വൈഫൈ ക്യാമറ നിങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഈ ക്യാമറയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ കാണാം. നിർത്തുന്നു. ബൈ.